വിശാൽ മീഡിയ എന്ന യൂട്യൂബ് ചാനൽ 2 ആഴ്ചയോളമായി ഒരു വീഡിയോ പോലും പുറത്തു വന്നില്ല. ഇദ്ദേഹത്തിന് 7 ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. പലരും ചോദിക്കുന്ന ചോദ്യമാണ് വിശാൽ മീഡിയയിലെ ഫക്രുദ്ദീൻ പന്താവൂരിന് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം. വ്യക്തമായി ഇദ്ദേഹത്തിൻ്റെ ചാനലിൽ എന്താണ് കാരണമെന്നുള്ളത് പുറത്ത് കൊണ്ടുവന്നിട്ടില്ല. അങ്ങനെയിരിക്കെയാണ് ഫക്രുദ്ദീൻ പന്താവൂർ ഇപ്പോൾ ജയിലിലാണെന്നുള്ള വാർത്ത പുറത്തു വന്നത്. ഒരു സ്ത്രീയെ സമൂഹത്തിൽ അപമാനപ്പെടുത്തിയതുകൊണ്ടാണ് ഫക്രുദ്ദീൻ പന്താവൂരിന് ജയിൽവാസം ലഭിച്ചത് എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ വരുന്നത്. യുവതിയെ സാമൂഹ്യ മാധ്യമ കോടതി ജാമ്യം നിഷേധിച്ച ശേഷം ഇദ്ദേഹം ഒളിവിൽ കഴിയുകയായിരുന്നു. തൃക്കാക്കര ACPയുടെ നേതൃത്വത്തിൽ പ്രതിയെ കസ്റ്റഡിയിലെടുത്തു അറസ്റ്റ് രേഖപ്പെടുത്തിയ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. കുറ്റകൃത്യത്തിന് ഉപയോഗിച്ച മൊബൈൽ ഫോൺ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പ്രതി പല ഗ്രൂപ്പുകളിലേക്കും ഈ വീഡിയോ അയച്ചു നൽകിയിട്ടുണ്ട് എന്നും അതിൽ അന്വേഷണം നടക്കുകയാണ് എന്നും പോലീസ് അറിയിച്ചു. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. എറണാകുളം ജില്ലാ ജയിലിലാണ് ഇപ്പോൾ വിശാൽ മീഡിയ ചാനൽ ഉടമ ഫക്രുദ്ദീൻ പന്താവൂർ ഉള്ളത്. അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ചാനലിലൂടെ പങ്കുവച്ചിട്ടുള്ളത്. ഈയിടയിൽ ഇത്തരമൊരു വാർത്തയെക്കുറിച്ച് അറിയാൻ സാധിച്ചതും വിഷമമുണ്ടാക്കി. ഒരു ആരോപണം ഫക്രുദ്ദീൻ പന്താവൂർ നടത്തി എന്ന് പറയുന്നു. അത് കാരണം അദ്ദേഹം ഇപ്പോൾ ജയിലിലാണെന്നാണ്. എന്നാൽ ഒരു സ്ത്രീയെ അപമാനപ്പെടുത്തിയതിൻ്റെ പേരിൽ മറ്റു പല സ്ത്രീകൾക്കും ഇവിടെ യാതൊന്നും തന്നെ സംഭവിക്കുന്നില്ല. അവർ വീണ്ടും ഇത്തരം കാര്യം തുടർന്നു കൊണ്ടിരിക്കുന്നു. എന്തിനു വേണ്ടി ഇങ്ങനെ സമൂഹ മധ്യത്തിൽ കൊണ്ടുവന്ന് ചില ജീവിതങ്ങളിൽ ഇവർ പ്രയാസമുണ്ടാക്കുന്നു? ഇത്തരക്കാർക്കെല്ലാം തക്ക ശിക്ഷ നൽകേണ്ടത് തന്നെയാണ്.